CUET അപേക്ഷ കൊടുത്ത് നിങ്ങൾ തെറ്റിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. തിരുത്താനുള്ള അവസരം നിങ്ങൾക്ക് വരുന്നത് ഈ 9-ാം തീയതി, അതായത് ഇന്ന് മുതൽ 11-ാം തീയതി രാത്രി 11:50 വരെയാണ്. സോ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണും. തിരുത്താൻ ഇല്ലെങ്കിലും കാണും, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാലോ, കൂട്ടുകാർക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിലോ അല്ലേ. അപ്പോൾ സോ നോക്ക്, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. 11th മെയ് തൊട്ട് 31 മെയ് വരെ അതിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും നിങ്ങളുടെ എക്സാം നടക്കുന്നത്. അങ്ങനെയൊക്കെ ഇത് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏത് വെബ്സൈറ്റ് വഴിയാണ് തിരുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ വെബ്സൈറ്റ് വഴി https://COET.NTA.nic.in ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തിരുത്തലുകൾ വരുത്താം. ഒരു വൺ ടൈം ഫെസിലിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അറിയാതെ തെറ്റുകൾ പറ്റിയ പൈതങ്ങൾക്ക് വേണ്ടി ഒരൊറ്റ തവണ തിരുത്താനുള്ള അവസരമാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് എഡിറ്റ് ചെയ്യണം. എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കറക്റ്റ് അന്വേഷിച്ച് സൂക്ഷിച്ച് എഡിറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് തിരുത്താൻ ഒരു അവസരമില്ല. ഒരു തവണ തിരുത്തിയാൽ തിരുത്തി, അത്രേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ വെരി ഫെയർഫുള്ളി ഇതാക്കുക. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിന്റെ കാൻഡിഡേറ്റ്സിന് എന്തൊക്കെ വിവരങ്ങൾ തിരുത്താം എന്ന് നോക്കാം. കാൻഡിഡേറ്റ്സ് ഷാൽ നോട്ട് ബി അലൗഡ് ടു ചേഞ്ച്. എടാ, എല്ലാം തിരുത്താം, പക്ഷേ ഇവന്മാരെ തിരുത്താൻ പറ്റില്ല. അതായത് നിങ്ങൾക്ക് മൊബൈൽ നമ്പർ തിരുത്താൻ പറ്റില്ല, ഇമെയിൽ അഡ്രസ് തിരുത്താൻ പറ്റില്ല, നിങ്ങളുടെ അഡ്രസ് പെർമനന്റ് ആയിക്കോട്ടെ പ്രസന്റ് ആയിക്കോട്ടെ നിങ്ങൾ ഓൾറെഡി കൊടുത്തത് തിരുത്താൻ പറ്റില്ല. അതുപോലെ എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾ ഓൾറെഡി കൊടുത്തതാണ്, ഫോട്ടോഗ്രാഫ് ഓഫ് കാൻഡിഡേറ്റ്, ഇത്തരം ഈ 5 കാര്യങ്ങൾ ഇത് നിങ്ങൾക്ക് തിരുത്താൻ അവസരം ഇല്ല എന്നുള്ളതാണ്. ഈ കറക്ഷൻ വിൻഡോയിൽ നിങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് എന്താണ് തിരുത്താൻ പറ്റുന്നത് നോക്കാം. നിങ്ങൾക്ക് ഈ 3 ഇൻഫർമേഷൻ, അതായത് കാൻഡിഡേറ്റ് നെയിമോ ഫാദർ നെയിമോ മദർ നെയിമോ ഇതിലേതെങ്കിലും ഒന്ന് തിരുത്താം. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് തിരുത്താം, കാൻഡിഡേറ്റ് നെയിം അല്ലെങ്കിൽ മദർ നെയിം അല്ലെങ്കിൽ ഫാദർ നെയിം. ഓക്കെ, അത് തിരുത്താൻ പറ്റുന്നതാണ്. ഷാൽ ബി അലൗഡ് ടു ചേഞ്ച് എനി വൺ ഓഫ് ദി ഫീൽഡ്സ് എന്നാണ് പറയുന്നത്. ഇനി ഓൾ ഫീൽഡ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ക്ലാസ് 10 ഓർ ഈക്വലന്റ് ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകാം. അതുപോലെ ക്ലാസ് 12 ഓർ ഈക്വലന്റ് ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകാം. അത് നിങ്ങൾക്ക് അതിലെ ഫീൽഡ് മുഴുവൻ വേണമെങ്കിൽ തിരുത്താം, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പം പേരുകളിൽ ഈ 3 ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. പക്ഷേ ക്ലാസ് 10 12 നിങ്ങൾക്ക് ഏത് ഫുള്ള് ഡീറ്റെയിൽസും അതിൽ തിരുത്താൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, പിന്നെ കാൻഡിഡേറ്റ് ഷാൽ ബി അലൗഡ് ടു ചേഞ്ച് എക്സാമിനേഷൻ സിറ്റീസ് ബേസ്ഡ് ഓൺ ദെയർ പെർമനന്റ് ആൻഡ് പ്രസന്റ് അഡ്രസ്. ഓക്കെ, നിങ്ങളുടെ പെർമനന്റും പ്രസന്റ് അഡ്രസ്സിനെയും ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനേഷൻ സിറ്റികൾ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. എക്സാമിനേഷൻ സിറ്റി നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ ഓപ്ഷൻസ്, മീഡിയം ഓഫ് ദി എക്സാമിനേഷൻ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ തിരുത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്തത് കാൻഡിഡേറ്റ് ഷാൽ ബി അലൗഡ് ടു ചേഞ്ച് ഓൾ ദ ഫീൽഡ്സ്. വീണ്ടും നിങ്ങൾക്ക് മുഴുവനായും തിരുത്താൻ പറ്റുന്ന കുറച്ച് ഏരിയാസ് പറഞ്ഞുതരാം. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് തിരുത്താം, ജെൻഡർ തിരുത്താം, കാറ്റഗറി തിരുത്താം, സബ് കാറ്റഗറി തിരുത്താം, സിഗ്നേച്ചർ തിരുത്താം. ഓക്കെ, അപ്പൊ ഫോട്ടോഗ്രാഫ് തിരുത്താൻ പറ്റില്ല എന്ന് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സിഗ്നേച്ചർ വേണമെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം എന്നാണ് ഈ 5ാമത്തെ സ്ഥലം പറയുന്നത്. ഈ നോട്ടിഫിക്കേഷൻ ആണ്, സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കൂ, കറക്റ്റ് ആണ്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി വേറെ അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നുമില്ല. നിങ്ങളുടെ ഐഡന്റിറ്റി ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അതായത് ആധാർ അല്ലാതെ വേറെ ഏതെങ്കിലും ഐഡന്റിറ്റി ഉപയോഗിച്ചവർക്ക് വേണമെങ്കിൽ ആധാർ ഡീറ്റെയിൽസ് കൊടുത്ത് ആധാറിലേക്ക് അപ്ഡേറ്റ് ചെയ്യാന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പം ഈ തിരുത്തലിൽ നിങ്ങൾക്ക് ചില ഫീസുകൾ അഡീഷണലി ഇൻകർ ആവാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് റീഇംബേഴ്സ്മെന്റ്, നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി അടച്ച ഫീസിന്റെ റീഇംബേഴ്സ്മെന്റ് ഒന്നും കിട്ടാൻ ഒരു സാധ്യതയും ഇല്ല. അപ്പൊ നോക്കൂ, ലാസ്റ്റ് തിരുത്താൻ കിട്ടിയ അവസരമാണ്. സൂക്ഷിച്ച് ഒന്നും കൂടി വൃത്തിക്ക് ആലോചിച്ച് ഇനിയൊരു തിരുത്തലിന് അവസരം ഇല്ല എന്ന ബോധ്യത്തോടെ തിരുത്തിക്കോളൂ. CUET എക്സാം ഒക്കെ നമുക്ക് അടിച്ചു പൊളിച്ചെഴുതടാ, നമ്മളില്ലേ നിങ്ങളുടെ കൂടെ. ഓക്കെ, സോ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.